ഈത്തപ്പഴം 2 തവണ പറക്കി തിന്നതിന് ശേഷം 18 കാടമുട്ട പുഴുങ്ങിയുണ്ടായിരുന്നു, അത് തിന്നു. പിന്നെ ഈത്തപ്പഴം ഉള്ളി പൊതിഞ്ഞ് വെച്ച് ഏതാണ്ട് ഒരു സാധനം അത് കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. പിന്നെ തണിമത്തങ്ങ കഷ്ണങ്ങളാക്കിയ കഴിച്ചു. പിന്നെ തണിമത്തങ്ങയുടെ ജ്യൂസ് കുടിച്ചു. പിന്നെ മാൻഡറിൻ കഴിച്ചായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് മൂസബ്ബിയും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ കഴിച്ചതിന് ശേഷം സ്ട്രോബെറി എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പായിട്ട് എടുത്ത് കഴിച്ചു. പിന്നെ ഒരെണ്ണം കൂടെ എടുത്ത് കഴിച്ചിട്ട് ഒരു ആപ്പിളിന്റെ പകുതിയും കൂടെ എടുത്ത് കഴിച്ചു. ഈത്തപ്പഴം വെച്ചുള്ള സാധനം മാറ്റി വെച്ചെങ്കിലും പിന്നെ ആരെങ്കിലും പറക്കി തിന്നാലോ എന്ന് വിചാരിച്ചാൽ അന്നേരം അങ്ങ് തിന്നു. മുന്തിരി ജ്യൂസ് ആവുന്നേ ഉള്ളായിരുന്നു, അതുകൊണ്ട് 2 തവണ പറക്കി തിന്നാന്ന് വിചാരിച്ചു. പഴപ്പൊരി തിന്നാന്ന് വിചാരിച്ചെങ്കിൽ നല്ല ചൂടായണ്ട് അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് പാലട അരിപ്പത്തിരിയൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ കുറുമ കറിയും ചിക്കൻ ഇരിക്കുന്ന കറിയും. ഒറ്റ ഒരു പാലട ഇരിക്കുന്ന കറിയുമായിട്ട് 9:15 കഴിച്ചു. പിന്നെ 3-4 അരിപ്പത്തിരിയും ഇച്ചിരി കുറുമ കറിയുമായിട്ടും കൂടെ കഴിച്ചു. 2.25 മണിക്കൂറിൻ്റെയൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. ചിലർ ഒറ്റയടിക്ക് എങ്ങനെ ഏത് കഴിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. പിന്നെ തണിമത്തങ്ങ കഴിച്ചു. പിന്നെ 6 പഴംപൊരിയും എടുത്ത് തിന്നു. കസിന്റെ വീട് വരെ പോകുന്നുണ്ട്, അതിനാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. 2-3 ഈത്തപ്പഴവും കഴിച്ചു. ഒരു ഗ്ലാസ് തണിമത്തങ്ങ ജ്യൂസ് ഒരു വരുമ്പോഴത്തേക്ക് കഴിച്ചു. ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു. മണ്ണിരിക്കുന്ന കണ്ടപ്പം വിഴുക്കുവരട്ടിക്ക് വേണ്ടി വെച്ചിരുന്ന കിഴങ്ങ് വെച്ചിട്ട് കുറച്ച് സോസൊക്കെ ഒഴിച്ചു ഒരു സൈസ് ബർഗർ ഉണ്ടാക്കി. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. കസിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. പോയിട്ട് വന്നിട്ട് ഒരു റോബസ്റ്റയും ഇത്തിരി ചോറും കൂടെ കഴിച്ചു കിടക്കുന്നതിന് മുമ്പ്.